ഹായ്, ഇന്നിപ്പോൾ എവിടേക്കാണ് യാത്ര എന്നല്ലേ നിങ്ങൾ ആലോചിക്കണത്? കുറേ സ്ഥലങ്ങൾ പേര് പറഞ്ഞെങ്കിലും നമ്മൾ ഒടുക്കം നമ്മുടെ ചാവക്കാട് കടലിലേക്ക് തന്നെ എത്തിയിട്ടോ. ചാവക്കാട് കടലല്ലാണ്ട് നമുക്ക് എളുപ്പം പോകാൻ പറ്റിയ വേറെ സ്ഥലങ്ങളൊന്നും ഇവിടെ അടുത്തൊന്നുമില്ല. മിനി വാഗമൺ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങളിപ്പോൾ എത്തിയത്. അവിടെ ചെല്ലുമ്പോൾ ആരുമില്ല കേട്ടോ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ചെറിയൊരു പേടി തോന്നി, എന്നാലും കുഴപ്പമില്ല, സംഭവം സെറ്റാണ് കേട്ടോ. കുറച്ച് ചെളി ഉണ്ടെന്ന് മാത്രം, അത് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഇവിടെ എത്തി. നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലം. അധികം തിരമാലയും ഈ ഭാഗത്തുണ്ടായിരുന്നില്ല. ഈ ഭാഗത്തുള്ള സ്ഥലങ്ങൾ മൊത്തം അറിയാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കെട്ടിയനെയും കൊണ്ട് ഇറങ്ങിയത്. പക്ഷേ വഴിതെറ്റി. ഞങ്ങൾ അവസാനം നമ്മുടെ ഗൂഗിൾ അമ്മച്ചീനെ കൂട്ടുപിടിച്ചു. ആളേതൊക്കെയോ കുഞ്ഞു കുഞ്ഞു വഴികളിലൂടെയൊക്കെയാണ് ഞങ്ങളിവിടെ എത്തിച്ചത്. ഇതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും ഈ മിനി വാഗമണിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ഇങ്ങനെ കടൽ നോക്കിയിരിക്കാൻ നല്ല രസമുണ്ടല്ലേ? എനിക്കും അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോൾ നല്ല രസമൊക്കെ തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പുറത്തൊരു മരം ചാരി കിടക്കുന്നു. അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ട് അവിടെ ഇരിപ്പായപ്പോൾ നമ്മുടെ ലഗേജൊക്കെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ഇടുകയാണ് വീട്ടിലുള്ളവർ. ഒരു 4 മണി നേരമായിട്ടും ഈ വെയിലിനൊരു കുറവുമില്ല. ഞാൻ അവസാനം ആ മുണ്ട് പിടിച്ച് ഇരിപ്പായി. ഇവിടെ ഒരാൾ ഭയങ്കര കുഴിയിലാട്ടോ. എന്ത് കാര്യത്തിനാണെന്ന് ദൈവത്തിനേ അറിയുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇതേ ഒരു മൺകൂന ഉണ്ടാക്കിയിട്ടുണ്ട്. താജ്മഹൽ താജ്മഹൽ ആയിക്കോട്ടെ, കലാവാസന അങ്ങോട്ട് ഉണരട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പം കടലിൽ കുളിച്ച് കഴിഞ്ഞപ്പോൾ ഉണങ്ങാൻ കയറി നിൽക്കുന്നു. ഇവിടെ നല്ല ആട്ടാട്ടാ. അങ്ങനെ പിന്നെ കടലിലുണ്ടായിരുന്നവരൊക്കെ പിന്നെ മരത്തിൻ്റെ മുകളിലായി. എല്ലാവരും കയറിയപ്പോൾ എനിക്കും കയറാനൊരാഗ്രഹം തോന്നി. പക്ഷേ ഞാൻ ആ സാഹസ്യത്തിന് നിന്നില്ല. അങ്ങനെ ഇവരുടെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ അവിടെ ഇരുന്നു. ഇവള് ഇങ്ങനെ കയറുന്നു ചാടുന്നു. ഇത് കാണുമ്പോൾ ഒരു മൗലികനെ ഓർമ്മ വരുന്നത് പണ്ടത്തെ. അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്തത് ഫോട്ടോ സെക്ഷനിലാണ്. ആദ്യം നമ്മുടെ അന്നമ്മ കയറി. അവള് ക്യൂട്ട്നെസ് മാറി വിതറി. ഞാനും കുറച്ച് നേരം നിന്നു. പിന്നെ എങ്ങനെ ചെയ്താലും മേന വരുന്നില്ല, നമ്മുടെ മുഖം തന്നെ ലൈവ് കാണുള്ളൂ. ശരിയായി നോക്കി. കുഴപ്പമില്ല, ഒപ്പിക്കാം. ആ പോസ്റ്റിങ് കഴിഞ്ഞപ്പോൾ മരത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് അടുത്ത പോസ്റ്റ് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെയും കയറി കുത്തിയിരുന്നു. നിങ്ങൾക്ക് കാണാണ്ടോ അപ്പുറത്ത് കുറച്ച് പേരിനെ അവർ ഫോട്ടോ എടുക്കാൻ വന്നതാട്ടോ. ബർത്ത്ഡേ അത്രേ. ഒരു കഷ്ണം കേക്ക് തരും ഇഷ്ടം എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചോദിച്ചില്ല. ഇവിടെ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞില്ല എൻ്റെ പൊന്നെ. എത്ര നേരമായി എന്നറിയും. ഇനി ഇതേ അടുത്ത 2 പേരുടെ ഉണ്ടോ. എടുക്കട്ടെ എന്ന് ഞാൻ വെച്ചു. ദൈവേ, മരത്തിൻ്റെ മുകളിൽ തങ്ങാൻ വിട്ട് കഴിഞ്ഞപ്പോൾ മരത്തിൻ്റെ അടിയിൽ ഇരിപ്പായി. ഈ പെണ്ണിത് എന്തൊക്കെയാണ് കാണിച്ചു കൊടുക്കുന്നത് ദൈവേ. അങ്ങനെ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞപ്പോൾ ഡ്രസ്സ് എല്ലാവരെയും ഉണങ്ങിക്കഴിഞ്ഞു. എല്ലാവരെയും മരത്തിൽ നിന്ന് ഇറക്കി ഞങ്ങൾ പോവാണ്. ഇനി ഞങ്ങൾ കാണിക്കാൻ പോകുന്ന രംഗം ആരും അനുകരിക്കരുത്. കാരണം ഇവിടെ ഒടുക്കത്തെ ചെളിയാന്നേ. എന്ത് ചെളിയെന്ന് പറയണ്ടേ? എന്തിൻ്റെ ചെളിയാണാവോ ദൈവേ. ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടു അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വരാൻ. തിരിച്ചങ്ങോട്ടും പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഈ പെണ്ണിപ്പോൾ വീണേനെ എന്തൊക്കെ കാണിച്ച് കൂട്ടണശ്വരാ. എനിക്കിങ്ങനെ നടക്കുമ്പോൾ പണ്ടത്തെ നമ്മുടെ വെള്ളപ്പൊക്കെ ഓർമ്മ വരണേ. ഒന്ന് കാളി തെറ്റി വീണാൽ മതി, പിന്നെ നമ്മൾ ഫുൾ ചെളിയിലാണ്. ഈ സമയത്ത് പോയേ തീരൂ എന്നുള്ളവരെ വളരെ സൂക്ഷിച്ചു പോവുക. കാരണം അടി തെറ്റിയാൽ ആരായാലും വീഴും. നമ്മളിങ്ങനെ താറാവഴണ പോലെ എത്തിപ്പോഴും നമ്മുടെ പിള്ളേര് കാറിൻ്റെ അടുത്ത് എത്തിയിട്ടാ എന്താ നിൽക്കണമെന്ന് ഇപ്പല്ലേ ഫസ്റ്റ് എത്തിന്നോട്ട് നിൽക്കണതേ. അങ്ങനെ നമ്മളിതേ തിരിച്ച് അടുത്ത ചെളിയിലേക്ക് എത്തി. ഇത് കഴിഞ്ഞില്ല സ്റ്റോ എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ നമ്മൾ ഒന്നൊന്നര നടപ്പൊക്കെ നടന്ന് നമ്മൾ അവസാനം നമ്മുടെ സ്ഥലത്തെത്തി. ഇതാണ് മിനി വാഗമണ്ണ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്ത് ചെളിയസ്റ്റോ. അങ്ങനെ തിരിച്ച് നമ്മൾ കാറിൽ കയറി. കുറെ വഴിയുള്ള കാരണം വഴി ചെറുതായിട്ട് പിന്നെയും തെറ്റിയിട്ടാ. നമ്മൾ പിന്നെ വഴിയിൽ കണ്ട ചേട്ടന്മാരുടെ ഒക്കെ വഴി ചോദിച്ചിട്ടാട്ടോ തിരിച്ചെത്തിയത്. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.